തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേദാർ ജിൻസൺ രാജ് കുറ്റക്കാരനെന്ന് കോടതി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ശിക്ഷ പറയുന്നതിൽ നാളെ വാദം കേൾക്കും. വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്? നിലവിൽ കേദാർ ജിൻസൺ രാജ് കുറ്റക്കാരനെന്ന കണ്ടെത്തലിലാണ് ഉള്ളത്. നാളെ ആയിരിക്കും ഇത്തരത്തിൽ ശിക്ഷാവിധി പറയുന്നതിൽ വാദം കേൾക്കുക. 2017 ഏപ്രിൽ മാസമാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകത്തെ പറ്റി പുറം ലോകം അറിയുന്നത്. ഏപ്രിൽ 5, 6 തീയതികളിലായി സ്വന്തം മാതാപിതാക്കളെയും ബന്ധുവായ ലളിത എന്ന് പറയുന്ന സ്ത്രീയെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഈ ജിൻസൺ രാജ്. അതിനുശേഷം ഈ 9ാം തീയതി 8ാം തീയതി രാത്രിയോടെ ഇത്തരത്തിൽ എല്ലാ മൃതദേഹങ്ങളും നശിപ്പിക്കാൻ, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി സ്വയം മരിച്ചു എന്ന് വരുത്തിത്തീർക്കാൻ ഡമ്മി കൂടി കത്തിക്കുകയുണ്ടായി. അങ്ങനെ വീട്ടില് തീയിട്ടിട്ട് ഇദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ പുലർച്ചെ 9ാം തീയതി രാവിലെയോടെ ഈ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവർ അഗ്നിരക്ഷാ സേനയെ വിളിച്ച് അവർ അകത്ത് കയറിയപ്പോഴാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഈ ബന്ധുവായ ലളിത എന്ന് പറയുന്ന സ്ത്രീയുടെ മൃതദേഹം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലുമാണ് കണ്ടെത്തിയത്. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദിവസങ്ങൾക്കകം തന്നെ ഇത്തരത്തിൽ കേദാർ ജിൻസൺ രാജ് പോലീസിന്റെ വലയിലാകുന്നത്. പല തരത്തിലുള്ള തെളിവുകളാണ് ഈ കേദാർ ജിൻസൺ രാജ് ഈ ഒരു കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പലതരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഇദ്ദേഹത്തെ മാനസിക ആരോഗ്യമില്ലാത്തൊരു വ്യക്തിയാണ്, മാനസിക പ്രശ്നമുള്ള വ്യക്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അത് ശരിയല്ല. ഇദ്ദേഹത്തിന്റെ മനോനില പൂർണ്ണമായും നല്ല രീതിയിലാണ് ഉള്ളതെന്ന ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തിയതിനു ശേഷമാണ് ഈ കേസ് പരിഗണിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രതി കുറ്റക്കാരനെന്ന് വിളിച്ചിട്ടുണ്ട്. നാളെയായിരിക്കും ഈ ഒരു കൊലപാതക ശിക്ഷാവിധി വരിക. ശരി ദേവിക. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേദാർ ജിൻസൺ രാജ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു.